നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. ഈസ്റ്റ് സസെക്സിലെ ലൂയിസ് സ്റ്റേഷന് സമീപം ലണ്ടൻ വിക്ടോറിയയിൽ നിന്ന് ഈസ്റ്റ് ബോണിലേക്ക് പോവുകയായിരുന്ന സതേൺ റെയിൽവേയുടെ യാത്രാ ട്രെയിൻ പാളം തെറ്റി വൻ അപകടം. 8 ബോഗികളുള്ള ട്രെയിനിന്റെ 3 ബോഗികൾ പാളത്തിൽ നിന്ന് മറിഞ്ഞാണ് അപകടമുണ്ടായത്. സംഭവം നടന്ന ഉടൻ തന്നെ ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസും അഗ്നിശമന സേനയും ആംബുലൻസ് സംഘങ്ങളും സ്ഥലത്തെത്തി അടിയന്തര രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. റെയിൽവേയുടെ യാത്രാ ട്രെയിൻ പാളം തെറ്റി വൻ അപകടം. ഈസ്റ്റ് സസെക്സിലെ ലൂയിസ് സ്റ്റേഷന് സമീപം ലണ്ടൻ വിക്ടോറിയയിൽ നിന്ന് ഈസ്റ്റ് ബോണിലേക്ക് പോവുകയായിരുന്ന സതേൺ റെയിൽവേയുടെ യാത്രാ ട്രെയിനാണ് പാളം തെറ്റിയത്. അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 10-ലേറെ പേർക്ക് നിസ്സാര പരിക്കേൽക്കുകയും ചെയ്തതായാണ് പ്രാഥമിക വിവരങ്ങൾ. അപകട സമയത്ത് ട്രെയിനിൽ ഏകദേശം 150ഓളം യാത്രക്കാരുണ്ടായിരുന്നു. തകർന്നു വീണ ബോഗിക്കുള്ളിൽ കുടുങ്ങിപ്പോയ യാത്രക്കാരെ അടിയന്തര സേനകൾ സുരക്ഷിതമായി പുറത്തെടുക്കുകയും പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് പ്രദേശത്ത് മേജർ ഇൻസിഡന്റ് പ്രഖ്യാപിച്ചു. പ്രദേശത്ത് കടുത്ത ഉഷ്ണതരംഗം നിലനിൽക്കുന്നതിനാൽ ട്രാക്കുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണോ അപകടത്തിന് കാരണമെന്ന സംശയം ഉയർന്നിട്ടുണ്ട്. എന്നാൽ അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ റെയിൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഈ മേഖലയിലെ റെയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ലൂയിസ് വഴിയുള്ള സർവീസുകൾ നിർത്തിവെച്ചതായും യാത്രക്കാർ യാത്രയ്ക്കായി അധിക സമയം മാറ്റിവെക്കണമെന്നും നെറ്റ്വർക്ക് റെയിൽ അറിയിച്ചു. രക്ഷാപ്രവർത്തനം തടസ്സമില്ലാതെ നടത്തുന്നതിനായി പൊതുജനങ്ങൾ സംഭവസ്ഥലത്തേക്ക് എത്തരുതെന്ന് സുരക്ഷാ സേനകൾ അഭ്യർത്ഥിച്ചു. അപകടത്തിൽ ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഹേഡി അലക്സാണ്ടർ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നുണ്ടെന്നും ബാധിക്കപ്പെട്ട യാത്രക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലാക്കാൻ ദിവസങ്ങൾ എടുത്തേക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. A-ലെവൽ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പതിവ് പോലെ മികച്ച വിജയങ്ങളുമായി മലയാളി വിദ്യാർത്ഥികൾ മുന്നിലെത്തി. 4 വിഷയങ്ങളിലും A സ്റ്റാർ സ്വന്തമാക്കി ലിവർപൂളിൽ നിന്നുള്ള റോഹൻ ജോർജ് മികച്ച വിജയം കൈവരിച്ചു. കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫർദർ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നീ 4 വിഷയങ്ങളിലാണ് റോഹൻ A സ്റ്റാർ സ്വന്തമാക്കിയത്. A-ലെവൽ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ പതിവ് പോലെ മികച്ച വിജയങ്ങളുമായി മലയാളി വിദ്യാർത്ഥികൾ മുന്നിലെത്തിയെന്ന് റിപ്പോർട്ട്. 4 വിഷയങ്ങളിലും A സ്റ്റാർ സ്വന്തമാക്കി ലിവർപൂളിൽ നിന്നുള്ള റോഹൻ ജോർജ് മികച്ച വിജയം കൈവരിച്ചു. സെന്റ് ഹെലൻസ് കാർമൽ കോളേജിൽ A-ലെവൽ പഠനം പൂർത്തിയാക്കിയ റോഹൻ തന്റെ ഇഷ്ടവിഷയങ്ങളായ മാത്തമാറ്റിക്സും സ്റ്റാറ്റിക്സും തുടർ പഠനത്തിനായി തിരഞ്ഞെടുത്ത് വാർവിക് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. 2002-ൽ ലിവർപൂളിലെത്തിയ റോഹന്റെ മാതാപിതാക്കളായ അഭിലാഷ് കുര്യനും സ്മിതി കുര്യനും ലിവർപൂളിലെ ആദ്യകാല മലയാളി കുടുംബങ്ങളിൽ പെടുന്നു. അഭിലാഷ് കുര്യൻ ബാർക്ലേസിൽ ജോലി ചെയ്യുന്നു. സ്മിതി കുര്യൻ എൻട്രി ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്നു. മകന്റെ മികച്ച വിജയത്തിൽ മാതാപിതാക്കൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിച്ചു. മിന്നുന്ന വിജയവുമായി നോർത്തേൺ അയർലൻഡിലെ അലറ്റ് റോഷനും അഭിമാന നേട്ടം കൈവരിച്ചു. 2 A സ്റ്റാറും 1 Aയും കരസ്ഥമാക്കിയാണ് അലറ്റ് മലയാളി സമൂഹത്തിന് അഭിമാനമായി മാറിയത്. പ്രശസ്തമായ ക്വീൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റിൽ വരാനിരിക്കുന്ന അക്കാദമിക വർഷത്തിൽ മെഡിസിൻ പഠനത്തിനായി അലറ്റ് തന്റെ സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ബെൽഫാസ്റ്റിനടുത്തുള്ള ബാംഗ്ലൂരിലാണ് അലറ്റും കുടുംബവും താമസിക്കുന്നത്. IT പ്രൊഫഷണലായ റോഷൻ പോളിന്റെയും അനസ്തറ്റിക് നഴ്സായ ഷിജി റോഷന്റെയും മകളാണ് അലറ്റ്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ജെറോം റോഷൻ സഹോദരനാണ്. A-ലെവൽ പരീക്ഷയിൽ കെന്റിലെ ഏഞ്ചല സന്തോഷ് മികച്ച വിജയം കൈവരിച്ച് മലയാളി സമൂഹത്തിന് അഭിമാനമായ അടുത്ത വിദ്യാർത്ഥിയാണ്. ജില്ലിംഗ്ഹാമിലെ റെയിൻഹാം മാർക്ക് ഗ്രാമർ സ്കൂൾ വിദ്യാർത്ഥിയായ ഏഞ്ചല കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നീ 3 വിഷയങ്ങളിലും തിളക്കമാർന്ന A ഗ്രേഡുകൾ നേടിയാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയത്. ചെറുപ്പം മുതലെയുള്ള ആഗ്രഹമായ വൈദ്യശാസ്ത്ര പഠനത്തിലേക്ക് തന്നെ പ്രവേശനം ഉറപ്പിച്ചിരിക്കുകയാണ് ഏഞ്ചല. ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിലാണ് മെഡിസിൻ ബിരുദ പഠനത്തിനായി ഏഞ്ചല തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കോതമംഗലം സ്വദേശികളായ സന്തോഷ്, സ്വപ്ന ദമ്പതികളുടെ മകളാണ് ഏഞ്ചല. മാതാപിതാക്കൾ 2 പേരും UK രജിസ്റ്റേർഡ് നഴ്സുമായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ജില്ലിംഗ്ഹാമിൽ ഓഫ്താൽമോളജി സ്പെഷ്യലിസ്റ്റ് നഴ്സായ അക്സയാണ് സഹോദരി. A-ലെവലിൽ മികച്ച നേട്ടം കൈവരിച്ച് മലയാളി സമൂഹത്തിന് അഭിമാനമായി ലണ്ടനിൽ നിന്നുള്ള ടെസ്സ സന്തോഷ്. പരീക്ഷയിൽ 2 A ഗ്രേഡും 1 B ഗ്രേഡും കരസ്ഥമാക്കിയാണ് ടെസ്സ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയത്. ഈ വിജയത്തോടെ പ്രശസ്തമായ കിങ്സ് കോളേജ് ലണ്ടനിൽ ബയോമെഡിക്കൽ സയൻസ് ബിരുദ പഠനത്തിന് ടെസ്സ പ്രവേശനം നേടി. A-ലെവൽ ഫലം വ്യാഴാഴ്ച രാവിലെ പുറത്തു വന്നതോടെ സ്കൂളുകളിലും കോളേജുകളിലും ആഹ്ലാദവും ആശ്വാസവും. യൂണിവേഴ്സിറ്റി പ്രവേശനം കാത്തിരുന്നവർക്കും മികച്ച വാർത്തയാണ് ലഭിച്ചത്. റെക്കോർഡെണ്ണം വിദ്യാർത്ഥികൾക്ക് അവർ ആദ്യമായി തിരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഇടം ലഭിച്ചു. A-ലെവൽ, T-ലെവൽ, B.Tech ലെവൽ 3 ഫലങ്ങളാണ് പുറത്തു വന്നത്. A-ലെവൽ ഫലം വ്യാഴാഴ്ച
രാവിലെ പുറത്തു വന്നതോടെ യൂണിവേഴ്സിറ്റി പ്രവേശനം കാത്തിരുന്നവർക്കും മികച്ച വാർത്തയാണ് ലഭിച്ചത്. റെക്കോർഡെണ്ണം വിദ്യാർത്ഥികൾക്ക് അവർ ആദ്യമായി തിരഞ്ഞെടുത്ത യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഇടം ലഭിച്ചു. യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കുമുള്ള പ്രവേശന നടപടികൾ ഏകോപിപ്പിക്കുന്ന യുകാസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2,28,990 18 വയസ്സുകാർ ആദ്യ പരിഗണനയായി തിരഞ്ഞെടുത്ത സർവകലാശാലയിലോ കോളേജിലോ പ്രവേശനം ഉറപ്പാക്കി. 31,770 പേർക്ക് ഇൻഷുറൻസ് ചോയ്സിലും ഇടം ലഭിച്ചു. പല വിദ്യാർത്ഥികൾക്കും പരീക്ഷാഫലം കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ യൂണിവേഴ്സിറ്റി പ്രവേശനം ഉറപ്പായ വിവരം യുകാസ് പോർട്ടലിലൂടെ ലഭിച്ചിരുന്നു. ഗ്രേഡ് കുറഞ്ഞാലും യൂണിവേഴ്സിറ്റിയിലെത്താം. ആദ്യ ചോയ്സിലോ ഇൻഷുറൻസ് ചോയ്സിലോ പ്രവേശനം ലഭിക്കാത്തവർക്ക് മുന്നിൽ ക്ലിയറിംഗ് എന്ന വഴിയുണ്ട്. ഒഴിവുള്ള സർവകലാശാല കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള സംവിധാനമാണ് ഇത്. ഇത്തവണ ക്ലിയറിംഗിൽ ഏകദേശം 27,000 കോഴ്സുകൾ ലഭ്യമാണ് എന്ന് യുകാസ് അറിയിച്ചു. ആവശ്യമായ ഗ്രേഡ് ലഭിക്കാത്തവർക്ക് പുറമെ തിരഞ്ഞെടുത്ത കോഴ്സോ സർവകലാശാലയോ മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കും ക്ലിയറിംഗ് വഴി പുതിയ അവസരങ്ങൾ തേടാം. ചെറിയ മാർക്കിന്റെ വ്യത്യാസം മാത്രമാണെങ്കിൽ പരീക്ഷാ പേപ്പർ വീണ്ടും പരിശോധിക്കാനും അവസരമുണ്ട്. ആവശ്യമെങ്കിൽ പരീക്ഷ വീണ്ടും എഴുതുകയോ അപ്രന്റീസ്ഷിപ്പ് പോലുള്ള മറ്റു വഴികൾ തിരഞ്ഞെടുക്കുകയോ ചെയ്യാം. ഈ വർഷം ഏകദേശം 35,000 വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് പഠനത്തിലേക്ക് പോകുമെന്നാണ് യുകാസ് അറിയിച്ചത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 14% കൂടുതലാണ് ഇത്. മാത്തമാറ്റിക്സ്, സംഗീതം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ക്ലിയറിംഗിലൂടെ ഇപ്പോഴും നിരവധി അവസരങ്ങൾ ലഭ്യമാണ്. യുകെയിൽ അടിസ്ഥാന സൗകര്യങ്ങളിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ മറികടക്കുന്നതിനായി വരും വർഷങ്ങളിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ബില്ലുകളിൽ മൊത്തം 3.4 ബില്യൺ പൗണ്ടിന്റെ വരെ വർധനവ് വരുത്താൻ ജലവിതരണ കമ്പനികൾക്ക് അനുമതി നൽകി. യുകെയിൽ വരും വർഷങ്ങളിൽ വാട്ടർ ബില്ലിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുമെന്ന് സൂചന. വരും വർഷങ്ങളിൽ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ബില്ലുകളിൽ മൊത്തം 3.4 ബില്യൺ പൗണ്ടിന്റെ വരെ വർധനവ് വരുത്താൻ ജലവിതരണ കമ്പനികൾക്ക് അനുമതി നൽകി. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും 13 ജലവിതരണ കമ്പനികൾക്കായി താൽക്കാലികമായി അനുവദിച്ച അധിക തുക ജലവിതരണം തടസ്സപ്പെടാതെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. മിച്ചമുള്ളതിൽ ഒരു ഭാഗം കെട്ടിട നിർമ്മാണ മേഖലയിൽ നിന്നും ഡാറ്റാ സെന്ററുകളിൽ നിന്നും വർദ്ധിച്ചുവരുന്ന ആവശ്യകത പരിഹരിക്കുന്നതിനും മാലിന്യമുക്തമാക്കുന്നതിനുമായി ഉപയോഗിക്കണം. സെവേൺ ട്രെന്റ് വാട്ടർ, സതേൺ വാട്ടർ, തെംസ് വാട്ടർ, വെസെക്സ് വാട്ടർ, സൗത്ത് ഈസ്റ്റ് വാട്ടർ തുടങ്ങിയ 5 ജലവിതരണ കമ്പനികളുടെ ഉപഭോക്താക്കൾക്ക് വരുന്ന 2 വർഷക്കാലത്തിനിടയിൽ ബില്ലിൽ അധിക വർധന ഉണ്ടാകും. 2024 പ്രഖ്യാപിച്ച വർധനവിന് പുറമെയാണ് ഇത്. വ്യത്യസ്ത കമ്പനികൾ വ്യത്യസ്ത നിരക്കുകളിലായിരിക്കും നിരക്ക് വർദ്ധിപ്പിക്കുക. ഉദാഹരണത്തിന് സതേൺ വാട്ടർ അടുത്ത വർഷം മുതൽ 43 പൗണ്ട് അധികമായി ഈടാക്കുമ്പോൾ സൗത്ത് ഈസ്റ്റേൺ 2029 കേവലം 1 പൗണ്ട് മാത്രമായിരിക്കും അധികമായി ഈടാക്കുക. ഈ വർഷം അവസാനത്തോടെ അന്തിമ അനുമതി ലഭിച്ചാൽ മാത്രമേ ഈ നിരക്ക് വർധനവ് നടപ്പിലാവുകയുള്ളൂ. ആംഗ്ലിയൻ വാട്ടർ ഉൾപ്പെടെയുള്ള മറ്റ് 8 ജലവിതരണ കമ്പനികൾ 2030 ശേഷം മാത്രമായിരിക്കും അവർക്ക് അധികമായി ചെലവാകുന്ന തുക ഉപഭോക്താക്കളിൽ നിന്നും അധിക ബിൽ തുകയായി ഈടാക്കാൻ ആരംഭിക്കുക. ചിലപ്പോൾ ദിവസങ്ങളോളം തന്നെ നീണ്ടു നിൽക്കുന്ന ജലവിതരണ തടസ്സങ്ങളുടെ പശ്ചാത്തലത്തിൽ അധിക തുക ഈടാക്കുന്നതിനെതിരെ പൊതുജനരോക്ഷം ശക്തമാകുന്നുണ്ട്. ഇത് പൊതുജനങ്ങളെ നിന്ദിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പല ചാരിറ്റികളും ആരോപിക്കുന്നത്. 11 രാജ്യങ്ങളുമായി നിലവിലുള്ള ഉഭയകക്ഷി കരാറുകളുടെ അടിസ്ഥാനത്തിൽ ആ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ബ്രിട്ടനിലേക്ക് കുടിയേറിയാൽ അവർക്ക് ചൈൽഡ് ബെനിഫിറ്റ് ലഭിക്കാൻ അർഹതയുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. സാധാരണ നിയമമനുസരിച്ച് ഒരു വിദേശ പൗരൻ ബ്രിട്ടനിലേക്ക് കുടിയേറിയാൽ അയാളുടെ പ്രധാന താമസ സ്ഥലമായി ഇവിടെ താമസിക്കുകയും ഇവിടെ സ്ഥിരതാമസത്തിനുള്ള അനുമതി തേടുകയും മറ്റ് അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്താൽ മാത്രമേ ഇത്തരം ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. യുകെയിൽ സാധാരണ നിയമമനുസരിച്ച് ഒരു വിദേശ പൗരൻ ബ്രിട്ടനിലേക്ക് കുടിയേറിയാൽ അയാളുടെ പ്രധാന താമസ സ്ഥലമായി ഇവിടെ താമസിക്കുകയും ഇവിടെ സ്ഥിരതാമസത്തിനുള്ള അനുമതി നേടുകയും മറ്റ് അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്താൽ മാത്രമേ ഇത്തരം ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ 11 രാജ്യങ്ങളുമായി നിലവിലുള്ള ഉഭയകക്ഷി കരാറുകളുടെ അടിസ്ഥാനത്തിൽ ആ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ബ്രിട്ടനിലേക്ക് കുടിയേറിയാൽ അവർക്ക് ചൈൽഡ് ബെനിഫിറ്റ് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കി. മാത്രമല്ല, കുട്ടികൾ മാതാപിതാക്കൾക്കോ രക്ഷകർത്താവിനോടോ ഒപ്പം താമസിക്കുകയും വേണം. അതേസമയം അനധികൃതമായി കുടിയേറിയവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. അതുപോലെ മറ്റു ചിലർക്ക് യുകെയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുന്നതിൽ പൊതുധനം ഉപയോഗിച്ചുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കില്ല എന്നൊരു വ്യവസ്ഥയുണ്ടാകും. അത്തരക്കാർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. എന്നാൽ ഉഭയകക്ഷി കരാർ നിലവിലുള്ള ബാർബഡോസ്, ബോസ്നിയ, കാനഡ, ചാനൽ ഐലൻഡ്സ്, ഇസ്രയേൽ, കൊസോവോ, മൗറീഷ്യസ്, മോണ്ടിനെഗ്രോ, ന്യൂസിലൻഡ്, നോർത്ത് മാസഡോണിയ, സെർബിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യുകെയിൽ എത്തിയാൽ ഉടൻ ചൈൽഡ് ബെനിഫിറ്റിനായി അപേക്ഷിക്കാം. ബ്രിട്ടീഷ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വലിയൊരു പരിധിവരെ താങ്ങി നിർത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വരവ് കുറഞ്ഞതോടെ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് യൂണിവേഴ്സിറ്റികളിലെ പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നു. വിദേശ വിദ്യാർത്ഥികളുടെ ഫീസിന് മേൽ കീർ സ്റ്റാർമർ സർക്കാർ ചുമത്തിയ ലെവി നീക്കം ചെയ്യണമെന്നും അവർ ആവശ്യപ്പെട്ടു.
ബ്രിട്ടീഷ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വലിയൊരു പരിധിവരെ താങ്ങി നിർത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വരവ് കുറഞ്ഞതോടെ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് യൂണിവേഴ്സിറ്റികളിലെ പ്രമുഖർ ആശങ്ക പ്രകടിപ്പിച്ചതോടെ വിദേശ വിദ്യാർത്ഥികളുടെ ഫീസിനുമേൽ കീർ സ്റ്റാർമർ സർക്കാർ ചുമത്തിയ ലെവി നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യകത കൂടുന്നു. യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം സിദ്ധിക്കുന്ന സ്വദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അതുമാത്രം മതിയാകില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ അനുസരിച്ച് ഈ വർഷം ജൂലൈ വരെ നൽകിയ വിദ്യാർത്ഥി വിസകളുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നൽകിയതിനേക്കാൾ 11% കുറവുണ്ടായിട്ടുണ്ട്. ശരത്കാലത്ത് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപായി സമ്മർ വിസ അപേക്ഷകൾ ആരംഭിക്കാനിരിക്കെ പല UK യൂണിവേഴ്സിറ്റികളും പരിതാപകരമായ അവസ്ഥയിലാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 30% വരെ കുറവുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. സ്വദേശ വിദ്യാർത്ഥികളുടെ ഫീസ് 9,250 പൗണ്ടിൽ നിന്നും വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വിദേശ വിദ്യാർത്ഥികളിൽ നിന്നും വാങ്ങുന്ന ഉയർന്ന ഫീസാണ് പല യൂണിവേഴ്സിറ്റികളെയും പ്രവർത്തന നിരതമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. വിസ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതാണ് പ്രധാനമായും വിദേശ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നിലയ്ക്കാൻ കാരണമായത്. 65 അതിനു മുകളിലും പ്രായമുള്ളവർക്ക് വാക്സിൻ നൽകുന്ന പദ്ധതി ഒക്ടോബറിൽ ആരംഭിക്കുമെന്ന് NHS സ്ഥിരീകരിച്ചു. ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫ്ലൂ വൈറസ് പടർന്നു പിടിക്കുന്നതിന് മുൻപായി വരുന്ന ശരത്കാലത്തിൽ തന്നെ NHSന്റെ സീസണൽ ഫ്ലൂ വാക്സിനേഷൻ പദ്ധതി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫ്ലൂ വൈറസ് പടർന്നു പിടിക്കുന്നതിന് മുൻപായി വരുന്ന ശരത്കാലത്തിൽ തന്നെ NHSന്റെ 65 അതിനു മുകളിലും പ്രായമുള്ളവർക്ക് വാക്സിൻ നൽകുന്ന പദ്ധതി ഒക്ടോബറിൽ ആരംഭിക്കുമെന്ന് NHS സ്ഥിരീകരിച്ചു. ശൈത്യകാലത്ത് ജനങ്ങൾ കൂടുതലായ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുന്നതിനാലും മറ്റുള്ളവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിനാലും ഈ കാലയളവിലാണ് ഫ്ലൂ വൈറസ് വ്യാപകമാകാറുള്ളത്. സാധാരണഗതിയിൽ അല്പം വിശ്രമിച്ചാൽ ഫ്ലൂ സ്വയം ശമിക്കുമെങ്കിലും ചിലരിൽ അത് ഗുരുതരമായ രോഗാവസ്ഥകൾക്ക് കാരണമാകാറുണ്ട്. പ്രായമായവരിലും മറ്റ് രോഗാവസ്ഥകൾ ഉള്ളവരിലുമാണ് ഇത് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുക. അതുകൊണ്ട് തന്നെ 65 വയസ്സിന് മേൽ പ്രായമുള്ളവർ നിർബന്ധമായും വാക്സിൻ എടുക്കണമെന്നും NHS നിർദ്ദേശിക്കുന്നു. UK-യിൽ വ്യാപകമായി തന്നെ സോളാർ പാനലുകളുടെ ഇൻസ്റ്റാലേഷനുകളിൽ വൻ വർധനവുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വന്തം ആവശ്യത്തിനുള്ള വൈദ്യുതി വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ 2026 ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചേക്കാമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. UK-യിൽ വ്യാപകമായി തന്നെ സോളാർ പാനലുകളുടെ ഇൻസ്റ്റാലേഷൻ വൻ വർധനവുണ്ടായതോടെ സ്വന്തം ആവശ്യത്തിനുള്ള വൈദ്യുതി വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ 2026 ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചേക്കാമെന്ന് അഭിപ്രായപ്പെട്ട് ഈ രംഗത്തെ വിദഗ്ധർ രംഗത്തെത്തി. ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും എനർജി ബില്ലുകൾ നിയന്ത്രണാധീനമാക്കുന്നതിനുമായി ലഭ്യമായ ഏറ്റവും മികച്ച സോളാർ പാനലുകൾക്കായി പണം ചെലവാക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഊർജ്ജ വിതരണ കമ്പനിയായ ഇയോൺ നെക്സ്റ്റ് ഉദ്ധരിച്ചിരിക്കുന്ന സർക്കാർ കണക്കുകൾ പ്രകാരം 2026 ആദ്യ 6 മാസങ്ങളിൽ UK-യിൽ ആകമാനമായി 1,42,536 സോളാർ പാനലുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ മൊത്തം സോളാർ പാനലുകളുടെ എണ്ണം 20 ലക്ഷത്തിലധികമായി ഉയർന്നിരിക്കുകയാണ്. മാത്രമല്ല സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ വർഷം സൃഷ്ടിച്ച റെക്കോർഡ് ഈ വർഷം തകരുമെന്ന് ഉറപ്പായിരിക്കുകയുമാണ്. തങ്ങളുടെ ഉപഭോക്താക്കൾക്കിടയിൽ സോളാർ ഉപയോഗം 151% വർദ്ധിച്ചതായും ഇയോൺ നെക്സ്റ്റ് പറയുന്നു. ഇന്നലെ ലണ്ടനിലെ ക്യൂ ഗാർഡൻസിൽ 38.1 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയതോടെ ഈ വർഷം ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ദിവസമായി മാറി. ഈ വർഷം ഇത് 2ാം തവണയാണ് രാജ്യത്ത് താപനില 38 ഡിഗ്രിയിൽ എത്തുന്നത്. ജൂൺ മാസത്തിലെ ഉഷ്ണതരംഗ സമയത്ത് താപനില 38 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു. UK ഇന്നലെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ദിവസമായി മാറിയെന്ന് റിപ്പോർട്ട്. ലണ്ടനിലെ ക്യൂ ഗാർഡൻസിൽ 38.1 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയതോടെയാണ് ഈ റെക്കോർഡ്. ആ സമയത്തായിരുന്നു വളരെ വിരളമായി മാത്രം പ്രഖ്യാപിക്കാറുള്ള റെഡ് വാർണിംഗ് പുറപ്പെടുവിച്ചത്. ഇതിനു മുൻപ് 2022 മാത്രമായിരുന്നു 2 വ്യത്യസ്ത ദിവസങ്ങളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയത്. ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസം എന്നതിനു പുറമെ ഇന്നലെ വ്യാഴാഴ്ച UK-യുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ 5ാമത്തെ ദിവസവും കൂടി ആയിരിക്കുകയാണ്. അതിനു പുറമെ 3 വ്യത്യസ്ത ദിവസങ്ങളിൽ താപനില 37 ഡിഗ്രിക്ക് മേൽ പോയ വർഷം എന്നൊരു പ്രത്യേകത കൂടി 2026 കൈവന്നിരിക്കുകയാണ്. താപനില 35 ഡിഗ്രിക്ക് മുകളിൽ പോയ ദിവസങ്ങളുടെ എണ്ണത്തിലാണെങ്കിൽ ഈ വർഷം സർവകാല റെക്കോർഡുകളും തകർത്തിരിക്കുകയാണ്. ലണ്ടനിലെ വാൾതോംസ്റ്റോ MP സ്റ്റെല്ല ക്രെസിയെ ട്യൂബ് ട്രെയിനിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്ത കേസിൽ 63-കാരനായ ക്ലിഫോർഡ് വിൽബി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. കഴിഞ്ഞ വർഷം ജൂലൈ 15-ന് വിക്ടോറിയ ലൈൻ ട്രെയിനിൽ വാൾതാംസ്റ്റോ സെൻട്രലിനും ഫിൻസ്ബറി പാർക്കിനുമിടയിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് സംഭവം.
ട്രെയിനിൽ ക്രേസിയെ സമീപിച്ച വിൽബി കത്തി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും MP എന്ന നിലയിൽ അവരുടെ പ്രവർത്തനത്തിലെ വീഴ്ചകളെന്ന് ആരോപിച്ച കാര്യങ്ങളും ഉന്നയിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 15-ന് വിക്ടോറിയ ലൈൻ ട്രെയിനിൽ വാൾതാംസ്ട്രോ സെൻട്രലിൽ നിന്നും ഫിൻസ്ബറി പാർക്കിനുമിടയിൽ യാത്ര ചെയ്യുന്നതിനിടെ ലണ്ടനിലെ വാൾതാംസ്ട്രോ MP സ്റ്റെല്ല ക്രേസിയെ ട്യൂബ് ട്രെയിനിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്ത കേസിൽ 63-കാരനായ ക്ലിഫോർഡ് വിൽബി കുറ്റക്കാരനെന്ന് കോടതി. തുടർന്ന് മൊബൈൽ ഫോണിൽ MP-യുടെ ദൃശ്യങ്ങൾ പകർത്താനും തുടങ്ങി. ട്രെയിനിൽ നിന്ന് പുറത്തുപോകാൻ കഴിയാത്ത വിധം വിൽബി തന്റെ മുന്നിൽ തടസ്സമായി നിന്നുവെന്നാണ് ക്രേസി കോടതിയിൽ മൊഴി നൽകിയത്. വളരെ അടുത്തുനിന്ന് ഉച്ചത്തിൽ സംസാരിച്ച ഇയാളുടെ പെരുമാറ്റം ക്രമേണ ആക്രമണ സ്വഭാവത്തിലേക്ക് മാറിയെന്നും അവർ പറഞ്ഞു. സംസാരിക്കാൻ അനുയോജ്യമായ സാഹചര്യമല്ല എന്ന് താൻ വ്യക്തമായി പറഞ്ഞിരുന്നുവെന്നും സംഭാഷണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും വിൽബി പിന്മാറിയില്ല എന്നും ക്രേസി കോടതിയെ അറിയിച്ചു. ട്രെയിനിന്റെ വാതിലിനരികിലേക്ക് പിന്നോട്ട് മാറിയ തനിക്ക് ഇയാളെ അകറ്റി നിർത്താൻ കൈകൾ ഉയർത്തേണ്ടി വന്നതായും അവർ വ്യക്തമാക്കി. സ്ഥിതി വഷളാകുന്നത് ശ്രദ്ധിച്ച സഹയാത്രികരാണ് ഒടുവിൽ ഇടപെട്ടത്. ഒരാൾ ക്രേസിക്കും വിൽബിക്കും ഇടയിൽ കയറി നിന്നു. മറ്റൊരു സ്ത്രീ വിൽബിയോട് പെരുമാറ്റം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ക്രേസിയോട് തന്റെ സമീപത്തിരിക്കാൻ പറയുകയും ചെയ്തു. മറ്റ് യാത്രക്കാർ വിൽബിയുടെ ശ്രദ്ധ തിരിച്ചതോടെ ഫിൻസ്ബറി പാർക്കിൽ മറ്റൊരു വാതിലൂടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞതായി ക്രേസി കോടതിയിൽ പറഞ്ഞു. ക്രേസിയും വിൽബിയും ആദ്യമായി കണ്ടത് 2024-ൽ MP-യുടെ ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായി നടന്ന ഒരു സൂം യോഗത്തിലായിരുന്നു. മറ്റൊരാളുടെ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അന്ന് വിൽബി ഉന്നയിച്ചത്. എന്നാൽ മറ്റൊരാളുടെ വ്യക്തിഗത കേസ് സംബന്ധിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന് ക്രേസി വ്യക്തമാക്കിയതോടെ വിൽബി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയും അധിക്ഷേപകരമായി പെരുമാറുകയും ചെയ്തതായി കോടതി പറഞ്ഞു. ട്യൂബ് ട്രെയിനിൽ ക്രേസിയുമായുള്ള പഴയ സംഭാഷണം തുടരാനാണ് ശ്രമിച്ചതെന്നാണ് വിൽബി കോടതിയിൽ വാദിച്ചത്. ക്രേസി പ്രകോപിതയായതിനാൽ താൻ ഞെട്ടിയെന്നും സ്വന്തം സുരക്ഷയ്ക്കായാണ് മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ഇയാൾ പറഞ്ഞു. MP-യുടെ വഴി തടഞ്ഞിട്ടില്ല എന്നും ആദ്യം സംഭാഷണം ആരംഭിച്ചത് താനാണെന്ന ആരോപണവും വിൽബി നിഷേധിച്ചു. എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രതിയുടെ വാദങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കോടതി കണ്ടെത്തി. കേസിൽ വിൽബിക്കുള്ള ശിക്ഷ സെപ്റ്റംബർ 8-ന് പ്രഖ്യാപിക്കും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.